മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കോൺഗ്രസിന്റെ വീടുകൾ ഒരുങ്ങുകയാണ്. ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് മേപ്പാടി കുന്നമ്പറ്റയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ദൃശ്യങ്ങളിലേക്ക്. എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം ദുരന്തത്തിന്റെ മുന്നിൽ ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സാങ്കേതിക തടസ്സങ്ങളാണ് വീട് നിർമ്മാണം വൈകിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. Both times I saw people of Wayanad react in a similar way. The entire Wayanad, regardless of religion, thoughts, age, they all suddenly came together. ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം തയ്യാറായില്ലെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. എല്ലാം നഷ്ടമായ മനുഷ്യരുടെ അതിജീവനമാണ് വയനാട്ടിലേതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. And I have said this again and again since that day. But what struck me most was your courage, your pride, and the way every single person here did whatever they could to help you. And the way that all of you stood together, helping each other, no matter what religion you belong to, no matter what different sections you belong to, you all stood together, you supported each other, you gave each other courage, you gave each other love when you needed it most. I was not your MP then, I am your MP now. But between that time and now, I have also become your daughter, your sister, and a member of your family. 100 വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 6 മാസത്തിനുള്ളിൽ 60 വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദീപക് ധർമ്മടം മേപ്പാടിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. ദീപക്, തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ജനതയ്ക്കൊപ്പം വയനാടിനൊപ്പം നിൽക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ അതേ വേദിയിൽ രാഷ്ട്രീയ നിലപാട് കൂടി പറയുന്നുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അത് മുന്നോട്ട് വെച്ചു. പക്ഷേ കേന്ദ്രം അതിന് തയ്യാറായില്ല എന്നടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ആ ചടങ്ങിൽ അവർ പറഞ്ഞു അല്ലേ? അതുതന്നെയാണ് പ്രജിൻ. പ്രിയങ്ക ഗാന്ധിയാണ് രാഷ്ട്രീയം പറഞ്ഞത്. അത് കൃത്യമായ രാഷ്ട്രീയം ഇങ്ങനെയാണ്. പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചാൽ എല്ലാ MP-മാരും ചേർന്ന് ഒരുമിച്ച് ഈ ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ എന്നാൽ അതുണ്ടായില്ല. പ്രധാനമന്ത്രിയെ കണ്ടു ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രൊട്ടസ്റ്റ് നടത്തി അകത്തും പുറത്തും. പക്ഷേ ഫലമുണ്ടായില്ല എന്ന രാഷ്ട്രീയമാണ് കൃത്യമായി പ്രിയങ്ക ഗാന്ധി, വയനാടിന്റെ MP കൂടിയായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെച്ചത്. എന്നാൽ അതേ സമയത്ത് ചൂരൽമലയിൽ ഈ ദുരന്തത്തിന്റെ ഇരകൾക്ക് KPCC പ്രഖ്യാപിച്ച വീട് വൈകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾക്കിടയിലാണ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ്, തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഉദ്ഘാടനം, ഈ തറക്കല്ലിടൽ നടക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി താക്കോൽദാനം നിർവഹിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതിനും രാഷ്ട്രീയമായ കൗതുകമേറെയുണ്ട്. ഏതായാലും ഇന്നത്തെ പരിപാടിയിൽ KPCC നിശ്ചയിച്ച പരിപാടിയിൽ ലീഗിന്റെ പ്രാതിനിധ്യമുണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു. മാത്രവുമല്ല, ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വേദിയിൽ പറയുന്നു, UDF-ന്റെ ഘടകകക്ഷികളെയെല്ലാം ഇത്തരമൊരു കൂട്ടായ സംരംഭത്തിൽ പങ്കെടുക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ കോൺഗ്രസിനെ സജ്ജമാക്കുക എന്ന രാഷ്ട്രീയം കൂടി ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിയും തയ്യാറായില്ല. പക്ഷേ KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ആദ്യം സ്ഥലം ചോദിച്ചു, തന്നില്ല, അതുകൊണ്ടാണ് വൈകിയത് എന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കടന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നതിന്റെ മുന്നോടി തന്നെയാണ് വയനാടിലെ ഈ തറക്കല്ലിടൽ പരിപാടി രാഷ്ട്രീയമായി വലിയ പരിപാടിയായി നടത്തിയത് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. പ്രജിൻ, ശരി. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് മേപ്പാടിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.